സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ആത്മഹത്യയിൽ നടുങ്ങിയിരിക്കുകയാണ് ബോളിവുഡ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ബോളിവുഡിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, എല്ലാവർക്കും നല്ലത് മാത്രം പറയാനുണ്ടായിരുന്ന ആ ഹൃദ്യ വ്യക്തിത്വത്തിന്റെ അകാല വിയോഗം എല്ലാവരെയും തളർത്തി. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബോളിവുഡിൽ ചില ആരോപണങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ നടക്കുകയാണ്. സിനിമ ഭരിക്കുന്ന ചിലർക്കെതിരെ പലരും വിരൽ ചൂണ്ടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നെപ്പോട്ടിസത്തിന് കൂച്ചുവിലങ്ങ് വീഴുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ സിനിമയുടെ നക്ഷത്ര വെളിച്ചം തൂകുന്ന വെള്ളിത്തിരയെ ആത്മഹൂതി ഞെട്ടിക്കുന്നത് ഇതാദ്യമായല്ല. സുശാന്ത് സിംഗ് രജ്പുത്തിന് മുമ്പും പല നടന്മാരും സംവിധായകരും പെട്ടെന്നൊരു നാൾ ജീവിതം മതിയാക്കി ഈ ലോകം വിട്ടുപോയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന കാരണങ്ങൾ പലതായിരുന്നു. അത്തരത്തിലുള്ള ചില പ്രമുഖരെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ താരമായി അറിയപ്പെടുന്ന ശ്രീദേവിയാണ്. കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന മരണമാണ് ശ്രീദേവിയുടേത്. ചില ദുരൂഹതകൾ ബാക്കി വെച്ചുകൊണ്ട് മരണം പുൽകിയ മറ്റൊരു പ്രതിഭയാണിവർ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രശസ്തയായ അഭിനേത്രികളിൽ ഒരാൾ. തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിലായി 300-ലധികം ചിത്രങ്ങളാണ് ശ്രീദേവി അഭിനയിച്ചിട്ടുള്ളത്. ഒരു നായികാ നടിക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത്ര ഉയരങ്ങൾ കീഴടക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. തൻ്റെ 4-ാം വയസ്സിൽ തുണൈവൻ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ബാലതാരമായി അഭിനയം തുടങ്ങിയ ശ്രീദേവി 1980-കളിലാണ് ഒരു നായികാ വേഷത്തിൽ എത്തിയത്. 1997-ൽ അഭിനയ ജീവിതത്തിൽ നിന്ന് അവർ വിട്ടുനിന്നു. 2013-ൽ പത്മശ്രീ നൽകി രാജ്യം ഇവരെ ആദരിച്ചിരുന്നു. 1971-ൽ പൂമ്പാറ്റ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സർക്കാർ പുരസ്കാരം നേടി ചെറുപ്പകാലത്ത് തന്നെ തന്നിലെ പ്രതിഭയെ വരച്ചു കാണിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും 6 ഫിലിം ഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ 2018 ഫെബ്രുവരി 24 ശനിയാഴ്ച രാത്രി 11:30-ന് ദുബായിലെ ജുമൈറ ടവേഴ്സ് ഹോട്ടൽ മുറിയിൽ ബാത്ത് ടബിൽ മുങ്ങി മരിച്ച രീതിയിലാണ് അവരെ കണ്ടെത്തിയത്. തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നുവെങ്കിലും ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരണമെന്ന് ദുബായ് പോലീസിൽ നിന്ന് അറിയിപ്പുണ്ടായി. എങ്കിലും ശരിയായ മരണകാരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. ശ്രീദേവിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന അധികൃതരുടെ തീർച്ചപ്പെടുത്തലിന് ശേഷവും ദേശീയ മാധ്യമങ്ങളിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അബോധാവസ്ഥയിലാണ് ശ്രീദേവിയുടെ മുങ്ങിമരണം. എന്നാൽ എന്താണ് ഈ അബോധാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ടാവുക? ദുബായിലേക്ക് അടിയന്തര യാത്ര വേണമെന്ന് ബോണി കപൂർ ഒരു സുഹൃത്തിനോട് പറഞ്ഞതായി സൂചനയുണ്ട്. സർപ്രൈസ് വിസിറ്റ്, ഡിന്നർ എന്നിവ മറയ്ക്കാനായി ബോണി എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? എമിറേറ്റ്സ് ടവറിൽ ഒറ്റയ്ക്കായിരുന്ന ദിവസങ്ങളിൽ ശ്രീദേവി പുറത്തിറങ്ങിയില്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ബാത്ത് ടബിൽ നിന്നും ശ്രീദേവിയുടെ മൃതശരീരം പുറത്തെടുത്തത് ആരാണ്? ബോണിയോ അതോ പോലീസോ? ബോണി കപൂർ പോലീസിനെ വിളിക്കാൻ 2.5 മണിക്കൂറിലധികം വൈകിയത് എന്തുകൊണ്ടായിരിക്കും? ദുരൂഹതകൾ ബാക്കിയാക്കി ആ മഹാനടി യാത്രയായി. അടുത്തത് 90-കളുടെ തുടക്കത്തിൽ ബോളിവുഡിൽ ഉദിച്ചുയർന്ന ഒരു യുവതാരമായിരുന്ന ദിവ്യ ഭാരതിയുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ബോളിവുഡിലെ എവർഗ്രീൻ ഹീറോയിൻ എന്നറിയപ്പെട്ട ശ്രീദേവിയുമായുള്ള അപാര രൂപസാമ്യം അവരെ പെട്ടെന്ന് തന്നെ ഹിന്ദി സിനിമാ രംഗത്ത് ഒരു സെൻസേഷനാക്കി മാറ്റി. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ അല്ലറച്ചില്ലറ മോഡലിംഗ് ഒക്കെ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടതോടെ പഠിത്തത്തിൽ താല്പര്യം നഷ്ടപ്പെട്ട ദിവ്യ 9-ാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ പഠനം ഉപേക്ഷിച്ച് മുഴുവൻ സമയവും സിനിമാ മോഡലിംഗ് അസൈൻമെന്റുകളിൽ മുഴുകുകയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടന്ന ഒരു ദുർമരണമായിരുന്നു ഇവരുടേത്. സ്വന്തം ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന്, അതും 5-ാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു ദിവ്യ. തൻ്റെ 18-ാം വയസ്സിൽ ഷോല ഔർ ഷബ്നത്തിന്റെ സെറ്റിൽ വെച്ച് അന്നത്തെ പല ഗോവിന്ദ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെയും നിർമ്മാതാവായിരുന്ന സാജിദ് നദിയാദ്വാലയുമായി ദിവ്യ പ്രണയത്തിലായി. അധികം താമസിയാതെ അവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം ദിവ്യ തൻ്റെ പേര് സന എന്ന് മാറ്റിയെങ്കിലും ദിവ്യയുടെ ബോളിവുഡ് കരിയർ അതിൻ്റെ കൊടുമുടിയിൽ ആയിരുന്നതിനാൽ അവർ ആ വിവരം രഹസ്യമാക്കി തന്നെ വെച്ചു. നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന ബോംബെയിലെ പത്രങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ ബന്ധം നിഷേധിച്ചുകൊണ്ടിരുന്നു. സാജിദ് ദിവ്യയ്ക്ക് വേർസോവയിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് നൽകി. തുളസി അപ്പാർട്ട്മെന്റ്. ദിവ്യയുടെ ഫ്ലാറ്റ് അതിൻ്റെ 5-ാം നിലയിലായിരുന്നു. ദിവ്യയുടെ ഫ്ലാറ്റിലെ അടുക്കളയ്ക്ക് ഒരു വലിയ സ്ലൈഡിംഗ് വിൻഡോ ഉണ്ടായിരുന്നു. മറ്റു ഫ്ലാറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ ഗ്രില്ലുകൾ നീക്കം ചെയ്തിരുന്നു. ദിവ്യയുടെ പ്രത്യേക ആവശ്യപ്രകാരമായിരുന്നു അത് അങ്ങനെ ചെയ്തത്.
ആ ജനാലക്കരികെ ചെന്ന് നിന്ന് കാറ്റ് കൊള്ളുന്നത് വളരെ ഇഷ്ടമായിരുന്നു അവർക്ക്. ഇടയ്ക്കിടെ ആ ജനലിൻ്റെ അരമതിലിന് പുറത്തേക്ക് കാലുമിട്ടിരുന്ന് കാറ്റ് കൊള്ളുമായിരുന്നു. പലരും പലതവണ വിലക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള സാഹസികമായ പരിപാടികളിൽ ഏർപ്പെടുന്നത് അവർക്ക് എന്നും ഒരു ഹരമായിരുന്നു. മരണം നടക്കുന്ന ദിവസം ദിവ്യ ചെറുതായി മദ്യപിച്ചിരുന്നു. 2 പെഗ് കഴിച്ചപ്പോൾ പതിവ് പോലെ ദിവ്യയ്ക്ക് ആവേശമായി. അവൾ എന്നത്തെയും പോലെ അന്നും ജനാലയുടെ സ്ലൈഡിംഗ് ഡോർ തുറന്ന് ജനൽപ്പടിയിൽ പുറത്തേക്ക് കാലുമിട്ടിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇരുന്നിടത്തു നിന്നും ഒരു കൈ കുത്തി എണീറ്റ് സ്ലൈഡിംഗ് ഡോറിൽ പിടിച്ച് തിരിഞ്ഞ് എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചു. എഴുന്നേൽക്കാൻ ശ്രമിച്ച അതേ നിമിഷം അവളുടെ കൈ സ്ലിപ്പായി പോയി. അവളുടെ ബാലൻസ് തെറ്റി വീണുപോയ അവൾ നിമിഷ നേരം കൊണ്ട് 5 നിലകളും താണ്ടി താഴെ എത്തി. സാധാരണയായി നേരെ താഴെ ഒരു കാർ പാർക്ക് ചെയ്യാറുണ്ടെങ്കിലും അന്ന് ആ കാറും അവിടെയുണ്ടായിരുന്നില്ല. നേരെ കോൺക്രീറ്റ് തറയിൽ ചെന്ന് തലയിടിച്ചു വീണ ദിവ്യഭാരതി സ്വന്തം ചോരയിൽ കുളിച്ചു കിടന്നു. അപകടം നടന്നയുടൻ തൊട്ടടുത്തുള്ള കൂപ്പർ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപകടമരണം നടന്ന പാടെ പതിവ് പോലെ മുംബൈയിലെ പാപ്പരാസികൾ ദിവ്യയുടെ മൂഡ് സ്വിങ്സിനെതിരെയും സാജിദുമായുള്ള ബന്ധത്തിലെ വിള്ളലുകളെയും ഒക്കെ ചേർത്ത് നിരവധി കോൺസ്പിറസി തിയറികൾ മെനഞ്ഞെങ്കിലും പോലീസ് അപകടമരണം സ്ഥിരീകരിച്ചു. സാജിദും ദാവൂദ് ഇബ്രാഹിമുമായുള്ള അധോലോക ബന്ധങ്ങൾ വരെ നിരത്തി പല കഥകളും മെനഞ്ഞുണ്ടാക്കപ്പെട്ടു. എങ്കിലും അതൊരു അപകടമരണമല്ല എന്ന് സംശയം തോന്നിപ്പിക്കുന്ന കാര്യമായ സാഹചര്യ തെളിവുകൾ യാതൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. അടുത്തത് ഗുരുദത്ത്. 50-60 കാലഘട്ടങ്ങളിൽ ഹിന്ദി സിനിമയിലെ ദിഗഞ്ചന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു ഗുരുദത്തിൻ്റേത്. വസന്തകുമാർ ശിവശങ്കർ പദുക്കോൺ എന്നായിരുന്നു യഥാർത്ഥ നാമമെങ്കിലും അദ്ദേഹം അറിയപ്പെട്ടത് ഗുരുദത്ത് എന്ന തൻ്റെ തിരനാമത്തിലൂടെയായിരുന്നു. അനവധി സുന്ദരമായ സിനിമകൾ സംവിധാനം ചെയ്യുക മാത്രമല്ല അവയിൽ പലതിലും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ആ അസാമാന്യ പ്രതിഭ. 1964 ഒക്ടോബർ 10 അദ്ദേഹത്തെ മുംബൈ പെഡർ റോഡിലുള്ള തൻ്റെ ബംഗ്ലാവിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അളവിൽ കവിഞ്ഞ മദ്യവും ഉറക്ക ഗുളികകളും അകത്ത് ചെന്നായിരുന്നു ദത്തിൻ്റെ മരണം എന്നാണ് സ്ഥിരീകരണം. അച്ഛൻ്റേത് കരുതിക്കൂട്ടിയുള്ള മരണമല്ലായിരുന്നുവെന്ന് മകൻ അരുൺ ദത്ത് പിന്നീട് പറഞ്ഞിരുന്നു. എന്നാൽ ഇദ്ദേഹവും സുശാന്തിനെ പോലെ തന്നെ വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. ജീവിതത്തിൽ വിടാതെ പിടികൂടിയ കൊടിയ വിഷാദം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ കാര്യമായി സ്വാധീനിച്ചിരുന്നു. അന്നത്തെ സുപ്രസിദ്ധ ഗായിക ഗീതാ റോയ് ചൗധരിയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കഴിയുന്നതിനിടെയാണ് വഹീദ റഹ്മാൻ എന്ന നായികയുമായി ചേർത്തുകൊണ്ട് ഗുരുദത്തിനെ പറ്റി ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത്. ആ കഥകളുടെ പേരിൽ ഭാര്യയുമായി വഴക്കുണ്ടായി. അതോടെ ആ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീണു. മക്കളെയും കൊണ്ട് ഗീതാദത്ത് സ്വന്തം വീട്ടിലേക്ക് പോയ ശേഷമാണ് ഗുരുദത്തിൻ്റെ വിഷാദം അമിത മദ്യപാനത്തിലേക്കും ഒടുവിൽ വെറും 39-ാം വയസ്സിലെ അകാല മരണത്തിലേക്കും നയിച്ചത്. അടുത്തത് തെന്നിന്ത്യൻ അഭിനേത്രിയായിരുന്ന വിജയലക്ഷ്മി എന്ന ആന്ധ്രക്കാരിയെക്കുറിച്ചാണ്. വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. മലയാളികൾക്ക് കൂടുതൽ പരിചയം സിൽക്ക് സ്മിത എന്ന അവരുടെ തിരനാമത്തിലൂടെയാകും. ആദ്യ ചിത്രമായ വണ്ടിച്ചക്രത്തിലെ സിൽക്ക് എന്ന ബാർ ഡാൻസറുടെ കഥാപാത്രത്തിൻ്റെ പേര് പിന്നീടങ്ങോട്ട് സ്മിത എന്ന സിനിമയിലെ പേരിനോട് ചേർന്ന് പോവുകയായിരുന്നു. 15 വർഷത്തിലധികം തെന്നിന്ത്യൻ മസാല ചിത്രങ്ങളിൽ അഭിനയിച്ച സ്മിതയെ തേടിയെത്തിയ വേഷങ്ങൾ പലതും അവരുടെ മാദകമായ ശരീരത്തെ പ്രയോജനപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയായിരുന്നു എന്നതാണ് വാസ്തവം. ഒരു കാലത്ത് വളരെ വലിയ ഉയർന്ന പ്രതിഫലം കൈപ്പറ്റി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പിന്നീടവർ സാമ്പത്തിക പ്രയാസങ്ങളിലേക്കും അവഗണനകളിലേക്കും എത്തപ്പെട്ടു. ഒടുവിൽ 1996 സെപ്റ്റംബർ 3 തൻ്റെ 34-ാം വയസ്സിൽ ചെന്നൈയിലെ വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സ്മിതയെ കണ്ടെത്തുകയായിരുന്നു. ഇവരുടെ ബയോപിക് വിദ്യാബാലൻ നായികയായി ദ ഡേർട്ടി പിക്ചർ എന്ന പേരിൽ 2011 പുറത്തിറങ്ങിയിരുന്നു. ബോളിവുഡിലെ മറ്റൊരു സെൻസേഷനായിരുന്ന ജിയ ഖാനാണ് അടുത്തത്. ഗ്ലാമർ താരം എന്ന നിലയിൽ പ്രശസ്തി നേടിയ ജിയ 2007 രാം ഗോപാൽ വർമ്മയുടെ നിശബ്ദ എന്ന ചിത്രത്തിൽ കൂട്ടുകാരിയുടെ അച്ഛനെ പ്രേമിക്കുന്ന കൗമാരക്കാരിയുടെ വേഷത്തിൽ അരങ്ങേറിയായിരുന്നു സിനിമയിലെത്തിയത്. വളരെ മികച്ച പ്രകടനത്തിലൂടെ തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടാൻ ജിയ ഖാന് സാധിച്ചു. പിന്നീട് അഭിനയിച്ച തൊട്ടടുത്ത വർഷം ഇറങ്ങിയ മെഗാഹിറ്റ് ചിത്രമായ ഗജനിയിലെ മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു. 2010 മറ്റൊരു മെഗാഹിറ്റായിരുന്ന ഹൗസ്ഫുള്ളിലും ജിയ തിളങ്ങി. അങ്ങനെ ബോളിവുഡിലെ വെള്ളിത്തിരയിൽ താരപ്രഭയോടെ നിന്ന ഒരു 25-കാരി ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മുറിക്കുള്ളിലെ സീലിംഗ് ഫാനിൽ തൂങ്ങിയാടി.
പ്രശസ്തിയുടെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കെ എന്തിനായിരുന്നു സ്വയം തൂക്കിലേറാൻ അവർ വിധിച്ചത്? ന്യൂയോർക്കിലെ സമ്പന്നമായ ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ച് ലണ്ടനിൽ വളർന്ന ജിയ ഖാന് ബാല്യത്തിൽ ഒന്നിനും ഒരു കുറവ് അറിയേണ്ടി വന്നിരുന്നില്ല. അച്ഛൻ അലി റിസ്വി ഖാൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. അമ്മ റാബിയ അമീൻ 80കളിൽ അവരുടെ ചെറുപ്പത്തിൽ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ 6ാമത്തെ വയസ്സിൽ രാം ഗോപാൽ വർമ്മയുടെ രംഗീല എന്ന ചിത്രത്തിൽ ഊർമിള മതോദ്കറുടെ അഭിനയം കണ്ടാണ് ജിയയ്ക്ക് ആദ്യമായി സിനിമയിൽ കമ്പം തോന്നുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ മാൻഹാട്ടിലെ ലീ സ്ട്രാസ്ബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചിറങ്ങി. അതിനുശേഷമാണ് സ്വപ്ന സാക്ഷാത്കാരം എന്നോണം നിശബ്ദിലെ റോൾ തികച്ചും യാദർച്ഛികമായി ജിയയെ തേടിയെത്തുന്നതും. അവൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അറിയപ്പെടുന്ന ഒരു നടിയായി മാറി. ജിയയുടെ അമ്മ റാബിയ അവളെ ഫ്ലാറ്റിനുള്ളിൽ തനിച്ചു വിട്ട് ഒരു ഡിന്നറിന് പോയതായിരുന്നു. 9:37 മകളെ വിളിച്ച് സാധാരണ എല്ലാ അമ്മമാരും വീട്ടിൽ തനിച്ചിരിക്കുന്ന മകളോട് പറയുന്നത് പോലെയൊക്കെ റാബിയയും പറഞ്ഞു. അത്താഴം കഴിക്കാതിരിക്കരുത്, മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാതെ നേരത്തും കാലത്തും ഉറങ്ങണം എന്നൊക്കെ. അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഭാരം കൂട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജിയ അപ്പോൾ. ഒന്നും നോക്കേണ്ട, നല്ലോണം വെട്ടി വിഴുങ്ങിക്കോ എന്നൊക്കെ അമ്മ കളിയായി അവളോട് പറഞ്ഞിരുന്നു. അവളുടെ ഒച്ചയിൽ ഒരു സങ്കടവും ഉള്ളതായി റാബിയ ഓർക്കുന്നില്ല. അമ്മയോട് കളിച്ചിരി പറഞ്ഞ് ഫോൺ വെച്ച് 2 മണിക്കൂറിനുള്ളിൽ മരിച്ചുപോയി. ഡിന്നർ കഴിഞ്ഞ് രാത്രി 11-ന് ഫ്ലാറ്റിലെത്തിയ റാബിയ കാണുന്നത് മുറിക്കുള്ളിലെ സീലിംഗ് ഫാനിൽ തൂങ്ങിയാടുന്ന തൻ്റെ മകളെയാണ്. ജിയയുടെ കാലിൽ പിടിച്ചു പൊക്കി റാബിയ അലറി വിളിച്ച് ആളെ കൂട്ടി. അവളെ താഴെ ഇറക്കി. പക്ഷേ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ ദേഹത്ത് അപ്പോഴും ചൂടുണ്ടായിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതും പത്രങ്ങളിൽ അവരുടേതായ തിയറികൾ വന്നു തുടങ്ങി. ഉച്ചയ്ക്കിറങ്ങിയ മിഡ് ഡേ എന്ന പത്രത്തിൽ വിഷാദരോഗത്തിന് അടിമയായിരുന്നു ജിയ എന്നും കാമുകൻ അടുത്തിടെ ഉപേക്ഷിച്ചു പോയതോടെ രോഗം മൂർച്ഛിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നും രീതിയിൽ ഒരു ഓർമ്മക്കുറിപ്പ് വന്നു. ഗോൺ ടു സൂൺ എന്നൊരു ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിലെങ്ങും ട്രെൻഡിംഗ് ആയി. പക്ഷേ തുടക്കം മുതൽക്ക് തന്നെ അവളെ അറിഞ്ഞിരുന്ന അവളുടെ അടുത്ത ബന്ധുക്കൾക്കാർക്കും തന്നെ ആ ആത്മഹത്യാ തിയറി വിശ്വസിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഒരു കുട്ടിയായിരുന്നില്ല അവൾ. ആരോടും ഒന്നും പറയാതെ കയറി ജീവൻ ഒടുക്കില്ലായിരുന്നു അവരറിയുന്ന ജിയ എന്ന് എല്ലാവരും ആണയിട്ട് പറഞ്ഞു. ഈ ലിസ്റ്റിലേക്ക് പേര് ചേർക്കാവുന്നവർ വേറെയും പലരുമുണ്ട്. മൻമോഹൻ ദേശായി, ശോഭ, റിമ കപാഡിയ, നഫീസ ജോസഫ്, കുൽജിത് രണ്ടാവ, പ്രത്യുഷ് ബാനർജി, വിവേക ബാബാജി, മയൂരി, ശ്രീനാഥ്, സന്തോഷ് ജോഗി, ഷിക ജോഷി തുടങ്ങി കുശാൽ പഞ്ചാബി വരെ നിരവധി അസ്വാഭാവിക മരണങ്ങൾ ഇന്ത്യൻ സിനിമയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇതാ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ പേരും ചേരുകയാണ്. ബോളിവുഡ് അടക്കമുള്ള ഇന്ത്യൻ സിനിമാ ലോകങ്ങളിലെ വെള്ളി വെളിച്ചങ്ങൾക്ക് പിന്നിൽ നമ്മൾ കാണാതെ പോകുന്ന പല അവഗണനയുടെയും വേട്ടയാടലുകളുടെയും കടുത്ത വിഷാദങ്ങളുടെയും ഒക്കെ കറുത്ത ലോകമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലൂടെ പുറത്തു വരുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.